അന്ധകാര നിബിഡമായ മാനവരാശിയിൽ മതങ്ങൾ മാറ്റങ്ങളെ കൊണ്ടുവന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. എന്നാൽ പിന്നീട് വികസിച്ചു വന്ന സാമ്രാജ്യത്വവും പൗരോഹിത്യവും സന്ധി ചെയ്ത് ലോകത്താകെയുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളെയും പറ്റിക്കുകയായിരുന്നില്ലേ? അല്ലെങ്കിൽ എന്തുകൊണ്ട് മതഭേദ ഗ്രന്ഥങ്ങൾ മാതൃഭാഷയിൽ പഠിക്കാൻ സാമാന്യ ജനത്തിന് അവകാശമില്ലാതെയായി? അവ പ്രചരിപ്പിക്കുകയും വിവർത്തനം ചെയ്യുകയും ചെയ്തവരെ നിഷ്കരണം കൊന്നു കുഴിച്ചു മൂടുകയും തുറങ്കിലടക്കുകയും ചെയ്തു. തന്നെയുമല്ല, ലോകത്താകമാനമുള്ള പട്ടിണിയും ദുരിതങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ദൈവഹിതമാണ് കാരണം, നിങ്ങൾ എല്ലുമുറിയെ പണിയെടുത്തുകൊള്ളൂ, നിങ്ങൾക്കുള്ള സ്വർഗം മറ്റൊരു ലോകത്ത് വിശാലമായി തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞു പറ്റിക്കുകയും ചെയ്തു. തന്നെയുമല്ല, സംഘടിക്കുകയും സമത്വവും സാഹോദര്യത്തിനും ഭക്ഷണത്തിനും പാർപ്പിടത്തിനും വസ്ത്രത്തിനും വേണ്ടി പോരാടുകയും സംഘടിക്കുകയും ചെയ്യുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്യുന്നു. ഇതെന്ത് വിരോധാഭാസം? അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇന്നും ആ ക്വസ്റ്റ്യൻ നിലനിൽക്കുന്നു. മാർക്സ് പറഞ്ഞത്, ഒരു മാറ്റവും ഇല്ലാത്ത മതങ്ങൾ ഇന്നും മനുഷ്യന് മയക്കുന്ന കറുപ്പായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.